നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. വർഷങ്ങളായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന നടിയാണ് കവിയൂർ പൊന്നമ്മ. നായികയായും സഹനടിയായും അമ്മയായും മുത്തശ്ശിയായും എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളുടെ കാലം മുതലേ മലയാളികളെ വിസ്മയിപ്പിച്ച നടി കൂടിയാണ് കവിയൂർ പൊന്നമ്മ. സിനിമയും ജീവിതവുമായി ഏറെ ബന്ധപ്പെടുത്തി കാണുന്ന മലയാളിക്ക് എന്നും അമ്മയുടെ മുഖവും മനസ്സും നൽകി ഊട്ടിയുറക്കിയത് കവിയൂർ പൊന്നമ്മയാണ്. സിനിമാ ലോകത്തെ അമ്മയായിട്ടാണ് കവിയൂർ പൊന്നമ്മയെ സിനിമാ പ്രേമികൾ ഇന്നും കാണുന്നത്. എന്നാൽ കവിയൂർ പൊന്നമ്മയുടെ അപ്രതീക്ഷിത മരണം ഉൾക്കൊള്ളാൻ മലയാളികൾക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. നടി കവിയൂർ രേണുക പൊന്നമ്മയുടെ അനുജത്തിയാണ്. ഇരുവരെക്കുറിച്ചും സംവിധായകൻ ശാന്തിവിള ദിനേശ് പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത്. വടക്കുംനാഥനിൽ അഭിനയിക്കാൻ മോഹൻലാലിനൊപ്പം കവിയൂർ പൊന്നമ്മ വാരണാസിയിലേക്ക് പോയി. ആ സിനിമയിൽ അഭിനയിക്കുമ്പോഴാണ് ആ വാർത്ത പൊന്നമ്മയെ തേടി വരുന്നത്. സ്വന്തം അനുജത്തി കവിയൂർ രേണുക തിരുവനന്തപുരത്ത് മരിച്ചു. ഒരുപാട് ചെക്കപ്പുകൾ നടത്തിയിട്ടും എന്താണ് അസുഖമെന്ന് കണ്ടെത്താനാകാതെ പോയ അസുഖമായിരുന്നു അവർക്ക്. ആഹാരം ഒട്ടും കഴിക്കാനാകില്ല. കൂടെയുള്ളത് ഏക മകൾ മാത്രം. മരണവിവരമറിഞ്ഞ് ഞാൻ ശാസ്തമംഗലത്തെ വീട്ടിൽ പോയപ്പോഴാണ് കവിയൂർ പൊന്നമ്മ വാരണാസിയിലാണെന്ന് അറിയുന്നത്. വാർത്തയറിഞ്ഞ് ചേച്ചി അവിടെ വലിയ പുകിലുണ്ടാക്കി. ഫ്ലൈറ്റിൽ ഒരാളെ കൂടി കയറ്റിവിടാം എന്ന മോഹൻലാലിന്റെ നിർദ്ദേശമൊന്നും അവർ സ്വീകരിച്ചില്ല. കരച്ചിൽ മാത്രം. അവർ നാട്ടിലേക്ക് വന്നില്ല. അവിടെ നിന്ന് വടക്കുംനാഥൻ അഭിനയിച്ച് തീർത്തു. ആരും ഒന്നും അവരോട് ചോദിച്ചതേയില്ല. ചോദിച്ചാൽ പൊട്ടി കരയുകയായിരുന്നു. ഇവിടെ വന്ന ശേഷം കവിയൂർ രേണുകയുടെ മകളെ പൊന്നമ്മ എടുത്തു വളർത്തി. നല്ല നിലയിൽ പഠിപ്പിച്ച് കല്യാണം കഴിപ്പിച്ച് അയച്ചുവെന്നും ശാന്തിവിള ദിനേശ് പറഞ്ഞു. 2024 സെപ്റ്റംബർ 20-നാണ് കവിയൂർ പൊന്നമ്മ മരിച്ചത്. ക്യാൻസർ ബാധിച്ച നടി ഏറെ നാൾ ചികിത്സയിലായിരുന്നു. 79-ാം വയസ്സിലായിരുന്നു അന്ത്യം സംഭവിച്ചത്. 1945 സെപ്റ്റംബർ 10-ന് പത്തനംതിട്ട ജില്ലയിലെ കവിയൂരിലാണ് പൊന്നമ്മ ജനിക്കുന്നത്. 6 പതിറ്റാണ്ടിലധികം നീണ്ട അഭിനയ ജീവിതത്തിൽ 1000-ഓളം സിനിമകളിൽ നടി അഭിനയിച്ചു. സത്യൻ, മധു, പ്രേംനസീർ, മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയവരുടെ അമ്മവേഷങ്ങളിലൂടെ കവിയൂർ പൊന്നമ്മ കയ്യടി നേടി. 2011-ലാണ് കവിയൂർ പൊന്നമ്മയുടെ ഭർത്താവ് മണിസ്വാമി മരിച്ചത്. ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിലിരിക്കെയാണ് കവിയൂർ രേണുക മരിച്ചത്. സഹോദരിയുടെ മരണം കവിയൂർ പൊന്നമ്മയെ ഏറെ വിഷമിപ്പിച്ചു. ഇതേക്കുറിച്ച് നടി മുൻപൊരിക്കൽ പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടുന്നുണ്ട്. മരിക്കുന്നതിന് കുറച്ചു ദിവസം മുൻപ് കണ്ടപ്പോൾ രേണുകയോട് തനിക്ക് ദേഷ്യപ്പെടേണ്ടി വന്നുവെന്നാണ് അന്ന് കവിയൂർ പൊന്നമ്മ പറഞ്ഞത്. ഒരസുഖവും ഉണ്ടായിരുന്നില്ല. എല്ലാ ചെക്കപ്പും നടത്തി. ഇനി ചെയ്യാനൊന്നുമില്ല. അസുഖമൊന്നുമില്ല. പക്ഷേ പുള്ളിക്കാരി ആഹാരം കഴിക്കില്ലായിരുന്നു. 4 മാസമൊക്കെ ആഹാരം കഴിക്കാതിരുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല. എന്നോട് പറഞ്ഞിട്ടില്ല. മരണസമയത്ത് ഞാൻ വടക്കുന്നാഥന്റെ ഷൂട്ടിങ്ങിന് ഋഷികേശിലായിരുന്നു. തലേന്നതിന്റെ തലേ ദിവസം അവളെ കണ്ട് കുറെ ചീത്ത വിളിച്ചിട്ടാണ് ഞാൻ പോയത്. പിന്നെ അത് ആലോചിച്ചിട്ടായി വിഷമം. അവൾ അത് പറഞ്ഞ് കരഞ്ഞെന്ന് ഞാൻ അറിഞ്ഞു. ചേച്ചി എന്നെ വഴക്ക് പറഞ്ഞു. എന്റെ അടുത്തിരുന്നില്ല. ടെൻഷനായത് കാരണം എന്താ ഇങ്ങനെ കാണിക്കുന്നത്, കൊച്ചിനെ ഓർക്കണ്ടേ എന്നൊക്കെ ചോദിച്ച് താൻ ദേഷ്യപ്പെട്ടിരുന്നുവെന്നും കവിയൂർ പൊന്നമ്മ അന്ന് പറഞ്ഞു. കവിയൂർ രേണുകയുടെ മകളെ പിന്നീട് വളർത്തിയത് കവിയൂർ പൊന്നമ്മയായിരുന്നു. നിധി എന്നാണ് കവിയൂർ രേണുകയുടെ മകളുടെ പേര്. അന്ന് കവിയൂർ പൊന്നമ്മയെക്കുറിച്ച് നിധിയും അന്ന് സംസാരിച്ചിരുന്നു. വല്യമ്മയുടെ കൂടെയാണ് ഞാൻ താമസിക്കുന്നത്. എന്റെ അമ്മ മരിച്ച ദുഃഖം കുറച്ചെങ്കിലും മറക്കാനും സഹിക്കാനും പറ്റുന്നത് വല്യമ്മ ഒപ്പമുള്ളത് കൊണ്ടാണ്. ഒരുപാട് സ്നേഹം തനിക്ക് വല്യമ്മ തരുന്നുണ്ടെന്നും അന്ന് നിധി പറഞ്ഞിരുന്നു. കവിയൂർ രേണുക ഉൾപ്പെടെ 6 സഹോദരങ്ങളാണ് കവിയൂർ പൊന്നമ്മയ്ക്കുണ്ടായിരുന്നത്. മൂത്തയാളായിരുന്നു കവിയൂർ പൊന്നമ്മ. കുടുംബത്തിന്റെ ഉത്തരവാദിത്വങ്ങളെല്ലാം നിറവേറ്റേണ്ടത് തന്റെ ഉത്തരവാദിത്തമായിരുന്നുവെന്ന് കവിയൂർ പൊന്നമ്മ നേരത്തെ അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പത്തനംതിട്ടയിലെ കവിയൂരിൽ 1945-ലാണ് കവിയൂർ പൊന്നമ്മ ജനിച്ചത്. TP ദാമോദരൻ, ഗൗരി എന്നിവരാണ് മാതാപിതാക്കൾ. നാടകങ്ങളിൽ ഗായികയായി തുടക്കം കുറിച്ച കവിയൂർ പൊന്നമ്മ തോപ്പിൽ ഭാസിയുടെ മൂലധനം എന്ന നാടകത്തിലൂടെ അഭിനയത്തിലേക്ക് കടന്നു. 1962-ൽ ശ്രീരാമ പട്ടാഭിഷേകം എന്ന ചിത്രത്തിലൂടെ സിനിമാ രംഗത്തേക്ക് കടന്നു. മലയാള സിനിമയുടെ അമ്മ മുഖമാണ് കവിയൂർ പൊന്നമ്മ. എപ്പോഴും പുഞ്ചിരിക്കുന്ന, നെറ്റിയിൽ വലിയ വട്ടപ്പൊട്ട് തൊട്ട പൊന്നമ്മ. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ 100-ലധികം നടന്മാരുടെ അമ്മയായി അഭിനയിച്ച അപൂർവ നടിമാരിൽ ഒരാളാണ് കവിയൂർ പൊന്നമ്മ. അതും തന്നേക്കാൾ ഇരട്ടി പ്രായമുള്ളവരുടെ അമ്മയായി പോലും അവർ സ്ക്രീനിൽ തിളങ്ങി. മികച്ച 2ാമത്തെ നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 4 തവണ നേടിയിട്ടുള്ള നടി കൂടിയാണ് പൊന്നമ്മ. ഒരു നടിയെ ഒരേ വേഷത്തിൽ തന്നെ ഒതുങ്ങുന്നത് അവരുടെ കരിയറിനെ ദോഷകരമായി ബാധിക്കാറുണ്ട്. എന്നാൽ കവിയൂർ പൊന്നമ്മ എന്ന നടി ആ വേഷത്തെ തന്റെ കരിയറിലെ ഏറ്റവും വലിയ അടയാളപ്പെടുത്തലാക്കി മാറ്റുകയാണ് ചെയ്തത്. ആ വേഷങ്ങൾ മറ്റാരേക്കാളും മികച്ചതായി
ചെയ്യുന്നതായി അവർ സ്ക്രീനിൽ എത്തിച്ചു. 6 പതിറ്റാണ്ടിലേറെ നീണ്ട അഭിനയ ജീവിതത്തിൽ മലയാള സിനിമയിലെ അമ്മ മുഖമായി മാറുകയായിരുന്നു. ഒരു അമ്മ വേഷം തിരക്കഥയിൽ എഴുതപ്പെടുമ്പോൾ തന്നെ സംവിധായകരുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന പേര് പൊന്നമ്മയുടേതായിരുന്നു. പൊന്നമ്മയല്ലാതെ മറ്റാരാണ് ഒരു അമ്മ വേഷം ഇത്ര ഭംഗിയായി ചെയ്യുക എന്ന ചിന്ത ഇൻഡസ്ട്രിയിലും പ്രേക്ഷകരിലും ഒരുപോലെ ഉറച്ചുപോയിരുന്നു. 1945 പത്തനംതിട്ട ജില്ലയിലെ കവിയൂർ ഗ്രാമത്തിൽ TP ദാമോദരന്റെയും ഗൗരിയുടെയും മൂത്ത മകളായി ജനിച്ച പൊന്നമ്മ ചെറുപ്പകാലം മുതലേ ഗായികയാകാനാണ് സ്വപ്നം കണ്ടത്. ചെറുപ്പത്തിൽ തന്നെ സംഗീതം പഠിച്ചു. എന്നാൽ KPSC നാടക ട്രൂപ്പിൽ ചേർന്നതോടെയാണ് അഭിനയത്തിലേക്ക് വഴിമാറുന്നത്. KPSCയുടെ മൂലധനം എന്ന നാടകത്തിലെ അഭിനയത്തിലൂടെ പൊന്നമ്മ കാഴ്ചക്കാരുടെ ഹൃദയം കീഴടക്കി. 17-ാം വയസ്സിൽ ശ്രീരാമ പട്ടാഭിഷേകം എന്ന ചിത്രത്തിൽ മണ്ടോദരി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് സിനിമയിലെത്തുന്നത്. ചിത്രത്തിൽ ശ്രീരാമനായി എത്തിയത് പ്രേം നസീർ ആയിരുന്നു. പിന്നീട് നിരവധി സിനിമകൾ. 1965 തൊമ്മന്റെ മക്കൾ എന്ന ചിത്രത്തിൽ നായികയായി. വെറും 20 വയസ്സുള്ളപ്പോൾ സത്യന്റെയും മധുവിന്റെയും അമ്മയായി അഭിനയിച്ചു. അതേ വർഷം തന്നെ KS സേതുമാധവന്റെ ഓടയിൽ നിന്ന് എന്ന സിനിമയിൽ സത്യന്റെ നായികയായി അവർ അഭിനയിച്ചു എന്നതാണ് രസകരം. തിലകനായിരുന്നു കവിയൂർ പൊന്നമ്മയ്ക്കൊപ്പം ഏറ്റവും കൂടുതൽ ജോഡിയായി അഭിനയിച്ചിട്ടുള്ളത്. മലയാള സിനിമയിലെ പ്രിയപ്പെട്ട ഓൺസ്ക്രീൻ ദമ്പതികളായിരുന്നു പൊന്നമ്മയും തിലകനും. 1973 പുറത്തിറങ്ങിയ PJ ആന്റണിയുടെ പെരിയാർ എന്ന ചിത്രത്തിൽ തിലകന്റെ അമ്മയായും കവിയൂർ പൊന്നമ്മ അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂട്ടി, സുരേഷ് ഗോപി, ജയറാം തുടങ്ങി നിരവധി നടന്മാരുടെ അമ്മയായി വേഷമിട്ടിട്ടുണ്ടെങ്കിലും മോഹൻലാലിനൊപ്പമുള്ള അവരുടെ അമ്മ വേഷങ്ങൾക്ക് പ്രത്യേക ഫാൻ ബേസ് ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അമ്മയും മകനുമാണോ എന്ന് തോന്നിക്കുന്ന വിധത്തിലായിരുന്നു ഇരുവരുടെയും അഭിനയം. 2024 സെപ്റ്റംബർ 20 കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു പൊന്നമ്മയുടെ അന്ത്യം. സിനിമാ നിർമ്മാതാവായിരുന്ന മണിസ്വാമിയാണ് പൊന്നമ്മയുടെ ഭർത്താവ്. ഏകമകൾ ബിന്ദു. അന്തരിച്ച പ്രശസ്ത നാടക സിനിമാ നടിയായിരുന്ന കവിയൂർ രേണുക പൊന്നമ്മയുടെ സഹോദരിയായിരുന്നു. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.